ഔദ്യോഗിക പദവിയിൽ മലയാള തനിമ. കാറിൽ MLA-ക്ക് പകരം സാമാജികൻ എന്ന് രേഖപ്പെടുത്തി KP നൌഷാദ് അലി. തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഇംഗ്ലീഷ് പദങ്ങൾക്ക് പകരം ശുദ്ധ മലയാളം ഉപയോഗിച്ച് വേറിട്ട മാതൃകയാവുകയാണ് പൊന്നാനി നിയമസഭാ അംഗം KP നൌഷാദ് അലി. KL 84D 0100 എന്ന നമ്പറിലുള്ള തന്റെ ഔദ്യോഗിക വാഹനത്തിൽ സാധാരണയായി ഉപയോഗിക്കാറുള്ള MLA എന്ന ബോർഡിന് പകരമായി സാമാജികൻ കേരള നിയമസഭ എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. സാംസ്കാരിക പാരമ്പര്യത്തിലും സാഹിത്യത്തിലും ഏറെ സമ്പന്നമായ പൊന്നാനിയുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് താൻ ഈ മാറ്റത്തിന് മുതിർന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇടശ്ശേരി, ഉറൂബ്, MT വാസുദേവൻ നായർ തുടങ്ങിയ മഹാരഥന്മാരായ എഴുത്തുകാരുടെ വിളനിലമായ പൊന്നാനിയുടെ സാംസ്കാരിക തനിമ ഉയർത്തിപ്പിടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാഷാസ്നേഹം എന്നാൽ ഇംഗ്ലീഷ് ഭാഷയോടുള്ള വിരോധമല്ല, ഇംഗ്ലീഷ് മഹത്തരമായ ഒരു ഭാഷ തന്നെയാണ്. അതിനെ ഇകഴ്ത്തിക്കാട്ടുകയല്ല തൻ്റെ ലക്ഷ്യം, മറിച്ച് മാതൃഭാഷയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുക മാത്രമാണ് തൻ്റെ ആഗ്രഹമെന്നും KP നൌഷാദ് അലി പറഞ്ഞു. മലയാള സാഹിത്യ തറവാട്ടിലെ ഉന്നത ശീർഷരായ ഒരുപാട് പേര് ജനിച്ചത് പഴയ പൊന്നാനി താലൂക്കിലാണ്. അതിൽ ഉറൂബ്, ഇടശ്ശേരി, അക്കിത്തം, MT, നാലപ്പാട്ട് നാരായണ മേനോൻ, ബാലാമണിയമ്മ, കമല, അങ്ങനെ അതൊരു നീണ്ട നിരയുണ്ട്. അങ്ങനെ നല്ലൊരു സാംസ്കാരിക സാഹിത്യ ധാര ഇവിടെയുണ്ട്. പൊന്നാനിയാണ് കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക അക്ഷര തലസ്ഥാനവും നഗരിയൊക്കെ ആവേണ്ടത്. പക്ഷേ അതൊക്കെ പദവികളൊക്കെ വേറെ പല ഇടങ്ങളും സ്വന്തമാക്കി കൊണ്ടുപോയെങ്കിലും ആ കാമ്പും കഴമ്പും കാതലും പൊന്നാനിയിലാണ് ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആ വലിയ സംസ്കാരത്തോടുള്ളൊരു പ്രതിപത്തി, ഐക്യദാർഢ്യം, ചേർന്ന് പോകൽ, പാരസ്പര്യം, ഇതൊക്കെ മുൻനിർത്തി അങ്ങനെ ചെയ്യാമെന്ന് തോന്നി. അപ്പൊ മലയാളത്തെ ചേർത്ത് പിടിക്കുക, പൊന്നാനിയുടെ ഒരു സാഹിത്യ സപര്യയോട് ഐക്യദാർഢ്യം പുലർത്തുക, ഇങ്ങനെ പലവിധ ചിന്തകൾ മുൻനിർത്തി ചെയ്തതാണ്. വാഹനത്തിൽ സാമാജികൻ എന്ന ബോർഡ് സ്ഥാപിച്ചത് വഴി വരും കാലത്ത് ആളുകൾ തന്നെ MLA എന്ന് വിളിക്കുന്നതിന് പകരം സാമാജികൻ എന്ന് വിളിച്ചു തുടങ്ങുമോ എന്ന കുസൃതി നിറഞ്ഞ ആശങ്കയും അദ്ദേഹം ചിരിയോടെ പങ്കുവച്ചു. ഔദ്യോഗിക പദവികളിലെ ഈ മലയാളവൽക്കരണം സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ ശ്രദ്ധയും പ്രശംസയുമാണ് സ്വന്തമാക്കുന്നത്.